വഴുതനങ്ങ മോരുകറി ഉണ്ടാക്കുന്നതിന് ഒരു 4 ചെറിയ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. വഴുതനങ്ങ നമ്മൾ നല്ല വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. വഴുതനങ്ങ മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു തുള്ളി വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്യാം. വഴുതനങ്ങ നമ്മൾ നന്നായി മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 15-20 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്തിട്ടാണ് നമ്മൾ കറി വയ്ക്കുന്നത്. നമ്മൾ വഴുതനങ്ങ മാരിനേറ്റ് ചെയ്യാൻ വെച്ചു. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, 4 ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, ഇവയെല്ലാം നന്നായി ഒന്നല്ലെങ്കിൽ ചതച്ചെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാം. വഴുതനങ്ങ ഉപ്പും മുളകും തിരുമ്മി വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് വഴുതനങ്ങ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. നമ്മുടെ വഴുതനങ്ങ എല്ലാം നമ്മൾ വെച്ച് കൊടുത്തു. നമുക്കൊരു 3 മിനിറ്റോളം ഒരു സൈഡ് ഫ്രൈ ചെയ്യാം. അത് കഴിഞ്ഞ് മറച്ചിട്ടിട്ട് നെക്സ്റ്റ് 3 മിനിറ്റ് അടുത്ത സൈഡും കൂടെ ഫ്രൈ ചെയ്യാം. 3 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മറച്ചിടാം. വഴുതനങ്ങ മറച്ചിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 മിനിറ്റ് ഈ സൈഡും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി കറി താളിക്കാനായിട്ട് നമ്മളൊരു ഉരുളി വെച്ച് കൊടുത്തു. ഉരുളി ചൂടായി വരുമ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നു. നമുക്കിനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും അരിഞ്ഞ് വെച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മണം മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ വഴുതനങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം അടുപ്പ് ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇത് തിളപ്പിച്ചെടുക്കട്ടെ. ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മോരുകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊന്നും ആരും മറക്കണ്ട. ആരും ചെയ്യില്ല എന്നറിയാം, എന്നാലും ഞാൻ പറയുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരാം.